Hey, what's up guys? Asif here and once again welcome back to Technotips Malayalam. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോണിൽ ടോർച്ച് ആപ്ലിക്കേഷൻ ഒരു കിടിലൻ രഹസ്യ ട്രിക്കാണ്. നമ്മളിപ്പോൾ ഒരു ടോർച്ച് ആപ്ലിക്കേഷനിൽ നിന്നും കൂടുതൽ എന്താ പ്രതീക്ഷിക്കാം? ലൈറ്റ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒരു ടോർച്ച്, അതല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ടോർച്ച് ആപ്ലിക്കേഷനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കിടിലൻ ഫീച്ചറാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് നമുക്കറിയണ്ടേ? വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒരു ബട്ടൺ മാത്രമാണ് കാണാൻ സാധിക്കുക. അതല്ലാതെ ഒരു സീക്രട്ട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. നമുക്കിവിടെ ആ ഒരു സീക്രട്ട് ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും മുകളിൽ ടോർച്ച് എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് കൊടുക്കാനായിട്ട് പറയും. പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള. അതിനുശേഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക സീക്രട്ട് ഫീച്ചേഴ്സ്. നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, അതേപോലെ നോട്ട്സ് ഒക്കെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ്, വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഹൈഡ് ചെയ്തിട്ട് വെക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ടോർച്ച് വോൾട്ട് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. അതുകൂടാതെ ഏറ്റവും മുകളിൽ ടോർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കിവിടെ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഏതാണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുള്ള ആൻസർ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാൻ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ റെഡ് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന്, എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ്, നോട്ട്സ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഇമേജ് എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യാം. ഇമേജ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോൾഡറിനകത്തേക്ക് നമുക്ക് ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ഫോട്ടോസും സെലക്ട് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്തിട്ടും നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഹൈഡായിട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫോട്ടോസ് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കോട്ട് വന്നിട്ട് നമുക്ക് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ 2 ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോസും ആ ഒരു ടോർച്ച് ആപ്ലിക്കേഷനകത്തേക്ക് വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോസും ആഡ് ചെയ്യാൻ പറ്റും. വീഡിയോസും നമുക്ക് ഫോൾഡറായിട്ടും ആഡ് ചെയ്യാം. ഏതോ ഒരു ഫോൾഡറിനകത്ത് തന്നെ എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഓഡിയോസ്, പിന്നെ നോട്ട്സ്, എന്തെങ്കിലും അത്യാവശ്യമുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഹൈഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ആ ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അൺഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. ഇവിടെ അൺഹൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ അൺഹൈഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ 2 ഫോൾഡറും ഇവിടെ അൺഹൈഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്നും പോയിരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ ഈ ഒരു ടോർച്ച് ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക്